ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്ക മൗനം പാലിച്ചിട്ടില്ലെന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാവരുടെയും പേരുകൾ പുറത്തുവരണമെന്നാണ് ഫെഫ്കയുടെ നിലപാട്. പരാതികളിൽ ജസ്റ്റിസ് ഹേമ ഇടപെട്ടില്ലെന്നും ഫെഫ്ക വിമർശിച്ചു. ഫെഫ്കയുടെ മൗനത്തിനെതിരെ വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഉൾപ്പെടുത്തി ഒരു വാർത്താ സമ്മേളനമാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ താരസംഘടനയിലെ ചില വ്യക്തികളുടെ എതിർപ്പായിരുന്നു പ്രതികരണം വൈകാൻ കാരണം. നമുക്ക് ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനകൾക്കും ഒരുമിച്ച് വേണമെങ്കിൽ മാധ്യമങ്ങളെ നാളെ ഒന്ന് കാണാം. കണ്ടിട്ട് നമുക്ക് അവരോട് പറയാം, ഇതിനകത്ത് വിശദമായ പഠനങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ്. പക്ഷെ അന്ന് അതിനനുകൂലമായിരുന്നു അവിടെയെങ്കിലും ആക്ടേഴ്സ് അസോസിയേഷനിലെ ചില ആക്ടേഴ്സ് അതിനെ വളരെ ശക്തിയുക്തം എതിർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത ഫെഫ്ക പരാതികളിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സ്വീകരിച്ച സമീപനത്തെ രൂക്ഷമായി വിമർശിച്ചു. ജസ്റ്റിസ് ഹേമ അവരൊരു ന്യായാധിപയാണ് അല്ലേ. അപ്പോൾ കോഗ്നിസൻ്റ് ആയിട്ടുള്ളൊരു ക്രൈം അവരുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അന്ന് ആക്ട് ചെയ്യേണ്ടതാണ് എന്നൊരു അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. ആരോപണ വിധേയരായ ഫെഫ്ക അംഗങ്ങൾക്കെതിരെ തൽക്കാലം നടപടിയില്ല. കോടതി പരാമർശമോ അറസ്റ്റോ ഉണ്ടായാൽ മാത്രം ആദ്യഘട്ട നടപടി സ്വീകരിക്കുമെന്നും സംഘടന വ്യക്തമാക്കി. ഇന്നലെ രാജിവെച്ച ആഷിഖ് കപൂറിന്റെ നിലപാട് വിചിത്രമാണെന്നായിരുന്നു ബി ഉണ്ണികൃഷ്ണന്റെ നിലപാട്. ഹേമ കമ്മിറ്റിയിൽ സംഘടന വിശദമായി ചർച്ച ചെയ്ത് വിശകലന റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറുമെന്നും ഫെഫ്ക അറിയിക്കുന്നു. 24 കൊച്ചി.